വഴിവിളക്കില്ലാത്ത വഴിയിൽ വെച്ചാണ് എൽദോസ് ആക്രമണത്തിനിരയായത്. കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്ന് പറയുന്നു നാട്ടുകാർ. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നാണ് വനം മന്ത്രിയുടെ നിലപാട്. ദിവസവും വന്യമൃഗങ്ങളെ ഭയന്നു കഴിയുന്ന സാധാരണക്കാരോട് ആർക്കാണ് ഉത്തരവാദിത്തമെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് കാടിറങ്ങിയ കാട്ടാന എൽദോസിന്റെ ജീവനെടുത്തത്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എൽദോസ്. ഉരുളൻതണ്ണി ഫോറസ്റ്റ് സ്റ്റേഷന് 1/2 കിലോമീറ്റർ അകലെ വെച്ചാണ് എൽദോസ് ആക്രമിക്കപ്പെട്ടത്. കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാരിലൊരാൾ ഫോറസ്റ്റ് ഓഫീസിലെത്തി അറിയിച്ചതുമാണ്. പകൽ പോലും ഇരുട്ട് പരക്കുന്ന വഴിയാണ്. വഴിവിളക്ക് വേണമെന്ന നാട്ടുകാരുടെ ആവശ്യങ്ങളും അധികൃതരുടെ ചെവിയിലെത്തിയിട്ടില്ല. ഈ നിസ്സംഗത തന്നെയാണ് ഒരു ജീവൻ നഷ്ടമാക്കിയത്. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന ചന്ദ്രനും ഇന്ന് മരിച്ചു. താമസ സ്ഥലത്തെത്തിയാണ് ചന്ദ്രനെ കാട്ടാന ആക്രമിച്ചത്. കോതമംഗലം നീണ്ടപാറയിൽ സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ആന മറിച്ചിട്ട പന വീണ് ആൻമേരിക്ക് ജീവൻ നഷ്ടമായത്. നിത്യവും വന്യമൃഗങ്ങളെ നേരിട്ടുകൊണ്ടാണ് മലയോര മേഖലയിലും വനാതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലും ജനങ്ങളുടെ ജീവിതം. ഇരുട്ട് പരക്കുന്നതിനു മുൻപ് തന്നെ ദിവസം അവസാനിപ്പിക്കുകയാണിവർ. കാരണം ഇരുളിൽ പതുങ്ങിയെത്തുന്ന വന്യമൃഗങ്ങൾ തന്നെ. കാട്ടാനയും പുലിയും കാട്ടുപോത്തും കാട്ടുപന്നിയും ഒക്കെ നാട്ടിലെത്തുമ്പോൾ ജീവനും ജീവിതോപാധിയും നഷ്ടപ്പെടുന്നവർക്ക് എന്തു മറുപടി നൽകും? റിസർച്ചസ് റിപ്പോർട്ടർ. പരാതി പറഞ്ഞ് മടുത്തവരാണ് കുട്ടമ്പുഴക്കാർ. ഇരുട്ട് വീണാൽ വീടിന് പുറത്തിറങ്ങാൻ ഭയമാണ് ഇവിടുത്തുകാർക്ക്. പകൽ പോലും വെളിച്ചക്കുറവുള്ള പ്രദേശം. എൽദോസിന്റെ മരണവാർത്ത അറിയുന്നത് പോലും അതുവഴി പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞപ്പോഴാണ്. ഇന്നലെ എൽദോസിന്റെ ജീവൻ നഷ്ടമാകുന്നതിന് തൊട്ടു മുൻപ് ഫോറസ്റ്റ് ഓഫീസിലെത്തി കാട്ടാന ഇറങ്ങിയ വിവരം അറിയിച്ചതാണ്. ഇവർ ഇനി ആരോടാണ് പരാതി പറയേണ്ടത്?